ഇപ്പോൾ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചില തീരുമാനങ്ങളിലേക്ക് പോകണം എന്നുള്ള ഒരു പ്രഷർ ആർക്കും നൽകിയിരിക്കുകയാണ്, ഈ കൗൺസിലർമാർക്ക് നൽകിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോസ് കെ മാണിയുടെ മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദിയ പുളിക്കക്കണ്ടത്തിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ചില സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നു. അങ്ങനെ എന്താണ് ആളുകൾ പറയുകയും ആളുകളുടെ പൊതുബോധത്തിലേക്ക് ഇടാനും ശ്രമിക്കുന്നത്? ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ്, മുനിസിപ്പാലിറ്റിയുടെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള ടോണി തൈപ്പറമ്പിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാഭിമാനം വ്രണപ്പെടുത്തിക്കൊണ്ട് ഇതേ രീതിയിൽ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അവിടെ വാർഡിൽ പ്രവർത്തിക്കാൻ പോലും ആളില്ല ഈ പറഞ്ഞ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്. അങ്ങനെയുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അവിടെ വാർഡ് മെമ്പർമാരെ നൽകിയതാരാണ്? ഈ പറഞ്ഞ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് ഉണ്ടായത്. അതിനുശേഷം ആ ആളുകൾ ഇപ്പോൾ സ്വതന്ത്ര കൂട്ടായ്മയുടെ ഒപ്പം കൂടി നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെന്ത് രാഷ്ട്രീയ മര്യാദയാണുള്ളത്? നമസ്കാരം. പാലാ മുനിസിപ്പാലിറ്റിയിലെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഇപ്പോഴും ഒരു അന്ത്യാവുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് കൗൺസിലർമാർ ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെ ശക്തമായ നിലപാട് എടുത്തിട്ട് പോലും ഇപ്പോഴും ഇതിലൊരു തീരുമാനമാവാതെ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ഈ കൗൺസിലർമാരുടെ തീരുമാനത്തെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളിൽ നിന്ന് ഇവർക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം വരുന്നില്ല. അപ്പോൾ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പാർട്ടിക്കുള്ളിൽ ഇത്രയും സ്വാധീനം ഉണ്ടോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ഇപ്പോൾ ഈ 6 കൗൺസിലർമാർ, കോൺഗ്രസിൻ്റെ 6 കൗൺസിലർമാരും ഒരു വിമത കൗൺസിലറായിട്ടുള്ള മായ രാഹുൽ, കോൺഗ്രസിൻ്റെ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച മായ രാഹുൽ, ഈ 7 പേരും ഒരേ തീരുമാനത്തിലാണ് നിൽക്കുന്നത്. കാരണം ഒരു കാരണവശാലും ഈ സ്വതന്ത്ര കൂട്ടായ്മയുമായിട്ട് ഇനി മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ശക്തമായൊരു തീരുമാനത്തിലാണ്. എന്നാൽ സംസ്ഥാന നേതൃത്വവും അതോടൊപ്പം തന്നെ ജില്ലാ നേതൃത്വവും ഇപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചില തീരുമാനങ്ങളിലേക്ക് പോകണം എന്നുള്ള ഒരു പ്രഷർ ആർക്കും നൽകിയിരിക്കുകയാണ്, ഈ കൗൺസിലർമാർക്ക് നൽകിയിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ, കാരണം ആത്മാഭിമാനം പണയപ്പെടുത്തിയിട്ട് ഈ 6 കൗൺസിലർമാരും കോൺഗ്രസ് കൗൺസിലറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കൗൺസിലിനകത്തിരുന്നു കൊണ്ട് ഇനി ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ നൽകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇത് ടിസ്റ്റ് അടിക്കാൻ വേണ്ടി സിനിമയൊന്നും അല്ലല്ലോ ഇത്. കാരണം ഇതൊരു പ്രാദേശിക വിഷയമല്ല. ഈ പ്രാദേശിക വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് പ്രാദേശിക നേതൃത്വത്തിൻ്റെ വികാരത്തെ മാനിക്കാതെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കും? കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് ആർക്കാണ്? കൗൺസിലർമാർക്കാണല്ലോ വോട്ട് ചെയ്തത്. ആ കൗൺസിലർമാരാണല്ലോ വോട്ട് ചെയ്യേണ്ടത്, അതായത് പാലാ മുനിസിപ്പാലിറ്റിക്കകത്ത്. അപ്പോൾ അവർ വോട്ട് ചെയ്യേണ്ട സമയത്ത് എന്തിനാണ് അവരുടെ മേൽ ഇതേമാതിരൊരു പ്രഷർ കൊടുക്കുന്നത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോസ് കെ മാണിയുടെ മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദിയ പുളിക്കക്കണ്ടത്തിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ചില സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നു. അങ്ങനെ എന്താണ് ആളുകൾ പറയുകയും ആളുകളുടെ പൊതുബോധത്തിലേക്ക് ഇടാനും ശ്രമിക്കുന്നത്? കാരണം കുഞ്ഞുമാണിക്ക് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ ദിയ പുളിക്കക്കണ്ടത്തിനെതിരെ സാമൂഹിക സൈബർ അറ്റാക്ക് നടക്കുന്നത്. ഒരു കേരള കോൺഗ്രസ് എമ്മുകാരനും എനിക്ക് തോന്നുന്നില്ല ഈ ചെയർപേഴ്സണെതിരെ എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ എവിടെയെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെന്ന്. ഇവർ തന്നെ ഇവരുടെ ഏതെങ്കിലുമൊക്കെ ഫേക്ക് ഐഡിയിൽ നിന്ന് ഒക്കെ എന്തെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്തിനാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ തലയിൽ കൊണ്ടിടുന്നത്? ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് പാലയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം? കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിനകത്ത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ടുള്ള അനുമതിക്കായിട്ട് മുനിസിപ്പൽ കൗൺസിലിനെ സമീപിക്കുന്നു. കോൺഗ്രസ്സുകാർ അതിനെ അതിശക്തമായിട്ട് എതിർക്കുന്നു. ഒരു തരത്തിലും കോൺഗ്രസ് കൗൺസിലർമാർ പറഞ്ഞു അങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കാൻ പാടില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അവിടെ വെക്കാൻ വേണ്ടി പോയ സമയത്ത് ആദ്യം പെർമിഷൻ കൊടുക്കുകയും പിന്നീട് അത് പെർമിഷൻ കൊടുക്കാതിരിക്കുകയും ചെയ്തതാണ്. കാരണം ആ ഒരു സമയത്ത് അവിടെ അങ്ങനെ ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന യാത്രക്കാർക്ക് അത് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാകും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് കൊടുക്കണ്ട എന്നൊരു പൊതു തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നത്. അന്നൊരു കൗൺസിൽ യോഗം കൂടുന്നു ഇതിൻ്റെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. അജണ്ട നേരത്തെ ഒന്നും പാർലമെന്ററി പാർട്ടി കൂടിയാലോചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഇതെല്ലാം വാട്സപ്പിൽ ഇട്ടുകൊടുത്തിരുന്നു. വാട്സപ്പിൽ ഇട്ടുകൊടുത്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു കാര്യമുണ്ടല്ലോ, അത് മാറ്റിവെച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഓക്കെ ശരി എങ്കിലും അത് മാറ്റിവെച്ചേക്കാം എന്ന് ബിനു പുളിക്കക്കണ്ടമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഉറപ്പ് കൊടുത്തത്. എന്നാൽ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തതിന് ശേഷം പിന്നീട് സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൗൺസിൽ യോഗം കൂടുന്നു. ചെയർപേഴ്സൺ വന്നിരുന്ന അജണ്ട വായിക്കുന്ന സമയത്ത് ബിനു പുളിക്കക്കണ്ടവും ബിജു പുളിക്കക്കണ്ടവും വേറെ 2 കൗൺസിലർമാരും അന്ന് കൗൺസിൽ യോഗത്തിന് എത്താത്ത സാഹചര്യം വരുന്നു. അപ്പോൾ ഈ ഒരു അജണ്ടയിൽ ഈ പറഞ്ഞ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനത്തിനായിട്ട് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രമേയം, അത് നമുക്ക് വോട്ടിനിടാമെന്ന് ചെയർപേഴ്സൺ ഒറ്റ വാക്കിൽ പറയുന്നു. ഇത് വോട്ടിനിടുന്നു.
വോട്ടിട്ടപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ 10ഉം മറ്റേ CPIയുടെയും CPMൻ്റെയും കൂടെ ചേർന്ന് 12 വോട്ട് LDFന് കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താ സംഭവിച്ചത്? ആ പ്രമേയം പാസ്സായി. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് DYFIയുടെ ജില്ലാ സമ്മേളനത്തിനായിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വന്നു. ഇത് കോൺഗ്രസ് പാർട്ടിയോടും അതിലെ കൗൺസിലർമാരോടും കാണിക്കുന്ന ഒരു അവഗണനയല്ലേ, അല്ലെങ്കിൽ അവരെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? ഇത് മനസ്സിലാക്കാനായിട്ട് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതല്ല പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവ്, മുനിസിപ്പാലിറ്റിയുടെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള ടോണി തൈപ്പറമ്പിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാഭിമാനം വ്രണപ്പെടുത്തിക്കൊണ്ട് ഇതേ രീതിയിൽ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അത് ആ നാട്ടിലെ ജനങ്ങളുടെ ഒരു വോയിസ് അല്ലേ ഇത്? ആ ജനങ്ങളുടെ വോയിസ് കേൾക്കാതെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഒക്കെ മറ്റൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഈ ബിനു പുളിക്കക്കണ്ടത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിലൊക്കെ വലിയ പിടിപാടുള്ള ആളാണ്. ഇദ്ദേഹം നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സമ്മർദ്ദത്തിൽ കൗൺസിലർമാരെ ആക്കിക്കൊണ്ട് പിന്തുണപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് നടക്കുന്നതെങ്കിൽ അത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ആർക്കുണ്ടാക്കുമെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടാക്കും. കോൺഗ്രസ് പാർട്ടിക്കകത്തെ ഒരു വിഭാഗം ഇപ്പോഴും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. ആർക്ക്? സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്, വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ചിലരാണ്. പിന്നെ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ 3 അംഗങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ, നമ്മൾ ഇതിനു മുമ്പത്തെ ഒരുപാട് ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതാണ്, അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വോട്ട് നേടി വിജയിച്ചിരിക്കുന്നവരല്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് വിജയിച്ചിരിക്കുന്നവരാണ്. ഇപ്പോൾ പല പ്രദേശങ്ങളിലും കോട്ടയം പ്രദേശങ്ങളിലുമൊക്കെയുള്ള UDF ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ വാർഡിൽ പ്രവർത്തിക്കാൻ പോലും ആളില്ല ഈ പറഞ്ഞ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്. അങ്ങനെയുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അവിടെ വാർഡ് മെമ്പർമാരെ നൽകിയതാരാണ്? ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ് ഉണ്ടായത്. അതിനുശേഷം ആ ആളുകൾ ഇപ്പോൾ സ്വതന്ത്ര കൂട്ടായ്മയുടെ ഒപ്പം കൂടി നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെന്ത് രാഷ്ട്രീയ മര്യാദയാണുള്ളത്? അതിനെ പിന്തുണച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് ജോർജ് MP രംഗത്ത് വന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായില്ലേ? എല്ലാവരും അതിനിശ്ചിതമായിട്ട് വിമർശിച്ചില്ലേ? അതുകൂടാതെ തന്നെ ഈ ബിജു മാത്യുവിനെയും അവിടെയുള്ള ടോണി തൈപ്പറമ്പിൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ്, ഇവരെ രണ്ടുപേരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാണ് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്? കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സൈബറിടങ്ങളല്ലേ? കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സൈബറിടങ്ങൾ അതിശക്തമായിട്ട് ഇയാളെ അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ 2 വ്യക്തികളെ? ഇവരെന്താ കോൺഗ്രസ്സുകാരല്ലേ? കാരണം ഇവർ കോൺഗ്രസ്സുകാരായിട്ടുള്ള 2 കൗൺസിലർമാരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അത്രയും വളർന്നോ ജോസഫ് ഗ്രൂപ്പ്? എനിക്കറിയാൻ പാടിട്ട് ചോദിക്കുന്നതാണ്. ഈ പറഞ്ഞ വോട്ട് ബാങ്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നെങ്കിൽ പറയുന്ന കാര്യം ശരിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിലേക്ക് ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ടോണി തൈപ്പറമ്പിലും ബിജു മാത്യു ഒക്കെ ഈ പറഞ്ഞ ഫ്രാൻസിസ് ജോർജിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ആളുകളാന്നേ. അങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപമാനിക്കുന്ന സമയത്തും ഇവരെന്താ നിശബ്ദത പാലിക്കുന്നത്? അതിനുള്ള രാഷ്ട്രീയ മര്യാദ എന്താണ്? അതിനുശേഷം കൂടിയാലോചനകൾ കൂടാതെ ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചത് ശരിയായിട്ടില്ല എന്ന് ഒരു MP പറയുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരിതൊരു പ്രാദേശിക വിഷയം പ്രാദേശിക നേതാക്കന്മാർ തീർക്കട്ടെ. ആ ഒരു തീരുമാനത്തിലേക്ക് എന്തിനാണ് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ ഇടപെടുന്നത്? ഈ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് പാലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തുള്ളൊരു വികസനം മുരടിപ്പുണ്ട്. പാലാ പ്രദേശത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ പുതിയ ചെയർപേഴ്സണും ഈ ഭരണസമിതിയും വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു വികസന പദ്ധതി, അതായത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു പേര് എഴുതി വെച്ച ഒരു ശിലാഫലകമെങ്കിലും അവിടെ ഉണ്ടോ എന്ന് കാണിച്ചു തരാമോ? എന്തെങ്കിലും ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടോ? റോഡ് ക്ലീനാക്കാൻ സാധിക്കുന്നില്ല. നഗരം, ഈ പാലാ പട്ടണം പാലാ ടൗൺ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇപ്പോൾ എന്താ പറയുക, മറ്റേ ഈ വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി അടിയന്തരമായിട്ട് ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ സ്വതന്ത്ര കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള കൗൺസിൽ ഭരണം മാറേണ്ടതായിട്ടുണ്ട്. അതിനാണ് കോൺഗ്രസ് നേതൃത്വം മുൻകൈ എടുക്കേണ്ടത്. മറിച്ച് ഈ കോൺഗ്രസ് കൗൺസിലർമാരുടെയും ആ ഒരു വിമത കൗൺസിലറുടെയും ആത്മാഭിമാനത്തെ പണയം വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. പിന്നെ ആത്മാഭിമാനത്തിൻ്റെ കാര്യമാണ്, അത് കോൺഗ്രസ്സുകാർ തന്നെ തീരുമാനിക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ.